ആപത്തിന്റെ നിമിഷത്തിൽ കയ്യെത്തിപ്പിടിക്കുന്ന ഓർമ്മയാണ് ചരിത്രം. ചരിത്രവും ചരിത്രരചനയും ഏറ്റവും ആപത്കരമായ ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമുക്ക് ഇങ്ങനെയും ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ചിലരുണ്ട്. ചരിത്രത്തിൽ ഒരു കാലത്ത് സജീവമായി നിലകൊള്ളുകയും എന്നാൽ ചരിത്രത്തിന്റെ അടരുകൾ ഒരിടത്തു പോലും രേഖപ്പെടുത്താതെയും പോകുന്ന ചില മനുഷ്യരെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും ഒരു ചരിത്രകാരന്റെ പുനർവായനയും ഒരു നോവലിസ്റ്റിന്റെ ഭാവനയും കൂട്ടിച്ചേർത്തുകൊണ്ട് ശ്രീനാഥ് ശങ്കരൻകുട്ടി രചിച്ച പുസ്തകമാണ് പദമ്പ്. പദമ്പ് എന്നാൽ പണിക്കൂലി എന്നാണ് അർത്ഥം. പണിക്കൂലി ചോദിച്ചു വാങ്ങിയത് ചരിത്രമാണ്. എന്നാൽ ആ ചരിത്രത്തിലേക്ക് നടന്നു നീങ്ങിയ വഴികളൊന്നും അത്ര നല്ലതായിരുന്നില്ല. സാധാരണ മനുഷ്യർക്ക്, അല്ല ജാതിയിൽ താഴ്ന്നവർക്ക് വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലത്ത് ആ വഴിയിലൂടെ നടന്നതിന്റെ പേരിൽ കൊല്ലപ്പെട്ട ഒരച്ഛന്റെ മകനായ ചിന്നൻ പിന്നീട് നടന്നു നീങ്ങിയത് ചരിത്രത്തിന്റെ വഴികളിലൂടെയാണ്. ചിന്നൻ യേശുദാസനായി മാറിയപ്പോൾ അയാൾ കണ്ടുമുട്ടുന്നവരിൽ ഗാന്ധിജിയും അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനും സജീവ സാന്നിധ്യമായി ശ്രീനാരായണ ഗുരുദേവനും ഉണ്ടായിരുന്നു. കേരളത്തെ നോക്കി ഭ്രാന്താലയം എന്ന് വിളിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. ആ ഭ്രാന്താലയത്തെ സാംസ്കാരിക കേരളം എന്ന് മാറ്റി വിളിപ്പിച്ചത് നവോത്ഥാന പ്രവർത്തനങ്ങളാണ്. ആ നവോത്ഥാന പ്രവർത്തനങ്ങളെ മുഴുവൻ പിന്നോട്ടടിക്കാൻ ശ്രമിക്കുന്ന ഈ കാലത്ത് പദമ്പ് ഒരു ചൂണ്ടുപലകയാണ്. സാംസ്കാരിക കേരളത്തിന് മുന്നിൽ പിടിച്ച ഒരു ചൂണ്ടുപലക.